ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം മക്കൾക്കറിയാം, മനുഷ്യർ പല പല വികസന പദ്ധതികളിൽ ഏർപ്പെട്ട് പല പല ഘട്ടങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിനെ സഹായിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ ഘടകങ്ങളെന്നും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിൽ നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. അപ്പം നമുക്ക് സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ മക്കൾ സ്ലൈഡിലേക്ക് നോക്ക്. ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. We let our lives by fulfilling our daily needs. അല്ലേ, എന്താ പറയുന്നത്? ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണല്ലോ നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. നമുക്ക് കഴിയുന്ന എന്ത് പണിയിലും നമ്മൾ ഏർപ്പെട്ടിട്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇൻകം നമ്മൾ പല രീതിയിൽ ടാക്സ് ആയിട്ടും ഒക്കെ ഗവൺമെന്റിന് അടയ്ക്കുന്നുണ്ട് അല്ലേ. ആ ഒരു പണം കൊണ്ട് വേണം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെന്താണ്? വാട്ട് ഡിഫറൻഷിയേറ്റ് ഹ്യൂമൻ ഫ്രം അതർ ലിവിങ് ബീങ് ഇസ് ദ ഫാക്ട് ദാറ്റ് എന്ന് വെച്ചാൽ അല്ലേ, എന്താണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ എന്താണ് വ്യത്യസ്തനാക്കുന്നത് എന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കാം. It is the fact that they produce and distribute the goods and services they need. അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? ആവശ്യമായ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നത് മനുഷ്യനാണ് അല്ലെ. മറ്റുള്ള ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മെനി ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എനി പ്രൊഡക്റ്റ് അല്ലെ. എന്താണ്? പല ഘടകങ്ങളും ആവശ്യമാണ് അല്ലെ. ഇപ്പോ മക്കൾ നോക്കുകയാണ്, കൃഷി. എന്ത് കൃഷി ചെയ്യുമ്പോഴും അതിൽ കുറെ ഘടകങ്ങൾ ആവശ്യമാണ് അല്ലെ. ഒരു കൃഷിക്ക് വേണ്ട ആ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലാൻഡ് വേണം, ഭൂമി വേണം, പിന്നെ മെയിൻ ആയിട്ട് അതിലൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആവശ്യമാണ്, അത് മനുഷ്യർ തന്നെയാണ്, ലേബേഴ്സ് അല്ലേ. അതുപോലെ തന്നെ അവിടെ എന്ത് വേണം? ഒരു ക്യാപിറ്റൽ, ഒരു ഇൻകം വേണം അല്ലേ. അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്നത്, ഏതൊരു വസ്തുവും ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ഘടകങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെ ഘടകങ്ങൾ എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പിക്ചർ ഓഫ് ഫാമേഴ്സ് കൾട്ടിവേറ്റിംഗ് പാഡി under the leadership of local പാടശേഖര സംസ്കരണ കൂട്ടായ്മ is given below അല്ലേ. അപ്പൊ നെക്സ്റ്റ് ഒരു പിക്ചറാണ് പാടശേഖര സംസ്കരണ അല്ലെ കൂട്ടായ്മയുടെ ഒരു ചിത്രമാണ് അല്ലെ. കർഷകർ എപ്പോഴും എന്താണ്, കൃഷിയിടങ്ങളിൽ പല രീതിയിൽ അവരെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നാടൻ പാട്ടുകളും എല്ലാം പാടിയിട്ട് അല്ലെ, പല ഘടകങ്ങളും അവരെ സഹായിക്കാനുമുണ്ട് അല്ലെ. ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാക്ടേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഘടകങ്ങൾ അവരെ സഹായിക്കാനും ഉണ്ട് അല്ലെ. അപ്പൊ നാട്ടിലെ പാടശേഖരണ സംസ്കരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർഷകർ നെൽകൃഷി നടത്തുന്ന ചിത്രം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കണ്ടാലോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിക്കേ. ഇതാണ്, എന്ത് ഭംഗിയുള്ള ചിത്രമാണ് അല്ലെ. ഒന്നാമത് ഇപ്പോൾ പാടം ഒന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാനില്ല, നമുക്കിപ്പോൾ ചിത്രങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ ട്രാക്ടർ ഉണ്ട്, കൃഷിക്കാർ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ഒരാള് കറ്റ കൊയ്യുമ്പോൾ ഒരാൾ അത് ഉയ്തു മറിക്കാൻ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ അവിടെ ഉണ്ടാവും അല്ലേ. വളരെ മനോഹരമായ ചിത്രമാണ് അല്ലെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. എന്തൊക്കെയായിരുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രീനർഷിപ്പ് അല്ലേ. എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് ഉൽപാദക ഘടകങ്ങൾ എന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നതല്ലേ. ഓക്കെ, ആൻഡ് ദീസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് എക്കണോമിക് റിസോഴ്സസ്. ഇതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം മക്കളെ? സാമ്പത്തിക വിഭവങ്ങൾ എന്നും പറയാം. എന്താണ്? സാമ്പത്തിക വിഭവങ്ങൾ. എന്തൊക്കെയാണ്? ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം. ഓക്കെ, ആൻഡ് യു ഹാവ് ഫൗണ്ട് ദാറ്റ് all the natural resources like
സോയിൽ ആൻഡ് വാട്ടർ ആർ പാർട്ട് ഓഫ് ദി എർത്ത്. അപ്പൊ മക്കൾക്ക് അറിയാം എന്ത്, മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണെന്ന് മക്കൾക്ക് അറിയില്ലേ? അറിയുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ എന്തൊക്കെയാണ് ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് നോക്കിയാലോ? ഈ സ്ലൈഡിലേക്ക് നോക്കിക്കേ. ദ 4 factors ഓഫ് പ്രൊഡക്ഷൻ. 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ? ആദ്യം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ. ദ മെറ്റീരിയൽസ് ഫ്രം ദി എർത്ത് ഓർ നാച്ചുർ ആണ് അല്ലെ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങളാണ് നാച്ചുറൽ റിസോഴ്സസ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? നമുക്ക് പ്രൊഡക്ഷന് ഇമ്പോർട്ടന്റ് ആയിട്ട് സുപ്രധാനമായി വേണ്ട ഒരു ഘടകം ഏതായിരുന്നു മക്കൾ പറഞ്ഞ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണേ. ഇറ്റ് ഈസ് ലേബർ അല്ലെ, തൊഴിലാളി വർഗം, പീപ്പിൾ ഡൂയിങ് ജോബ്സ് അല്ലെ. ആൻഡ് തേർഡ് വൺ നോക്കിക്കേ, ഇറ്റ് ഈസ് ക്യാപിറ്റൽ. ഓക്കെ, മൂലധനം നമുക്ക് ആവശ്യമാണ്. എന്തൊരു ഉൽപാദനവും ചെയ്യുമ്പോൾ കൈമേൽ പൈസ വേണ്ടേ അല്ലെ? സാധനങ്ങൾ വേറെ മാർക്കറ്റിൽ നിന്ന് എത്തിക്കാനും അതിനുള്ള പ്രൊഡക്ഷൻ നടക്കാനും ഒക്കെ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ തന്നെ ഈ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ് അല്ലെ. ഇറ്റ് ഈസ് ദ ഒബ്ജക്ട്സ് ആൻഡ് ഗുഡ്സ് ദാറ്റ് നീഡഡ് ടു ഡു എ ജോബ്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ. ആൻഡ് ഫോർത്ത് വൺ നോക്കിക്കേ, ഇറ്റ് ഈസ് എന്റർപ്രീനർ അല്ലെ. ദ ഓണർ ഹു ടേക്സ് ദ റിസ്ക് ആൻഡ് മേക്സ് ദ പ്രോഫിറ്റ്. കൂടുതലായിട്ട് ഈ ഒരു ഇതൊക്കെ നോക്കി നടത്തുന്ന ആളാണ് എന്റർപ്രീനർ എന്ന് പറയുന്നത്. ലാൻഡ് ലോഡ്സ്, ജന്മിമാര്, അതൊക്കെ നോക്കി നടത്തുന്ന ഒരു ആളായിരുന്നു പണ്ട് കാലത്ത് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു തൊഴിലാളികളാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നല്ലേ. അപ്പൊ നോക്കിക്കേ, ലേബർ encompasses all intellectual or physical efforts done by people for reward അല്ലെ. തൊഴിലാളിയിലെ പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഫിസിക്കൽ സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്യുന്ന എല്ലാ ജോബ്സും എന്താണ്? എല്ലാ പ്രയത്നങ്ങളും അധ്വാനമാണ് അല്ലെ. ഇറ്റ് ഈസ് the efforts that done by people for reward. അതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ജോബ്സ് ആണ്. പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ്സിൽ പീപ്പിൾ എൻഗേജ് ആവുന്നു. ഓക്കെ, നോക്കിക്കേ നെക്സ്റ്റ് പോയിന്റ്. വി ഫൈൻഡ് ദാറ്റ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ പാഡി കൾട്ടിവേഷൻ പ്രോസസ്. അപ്പൊ മക്കൾക്ക് അറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, ക്രാഫ്റ്റ് മേക്കിംഗ് ചെയ്യുന്നവര്, അവരൊക്കെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരുന്നു ചെയ്തിരുന്നത്. കൈകൊണ്ടായിരുന്നു ഓരോ തുന്നി പിടിപ്പിച്ച് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ മെഷീൻസിന്റെ കടന്നുവരവോടെ അവരുടെ ആ ഒരു തൊഴിലിന് വലിയ തരത്തിലുള്ള മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത്. ഇപ്പോ കൃഷിക്ക് പോലും മെഷീൻസിന്റെ കടന്നുവരവോടെ ആളുകളുടെ എന്താണ് ഫിസിക്കൽ പവർ നല്ല തരത്തിലുള്ള റിഡക്ഷൻ വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. കൂടുതൽ പണി മെഷീൻസ് ചെയ്തോളും, അതുകൊണ്ട് അത്ര വർക്കേഴ്സിനെ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം. ഓക്കെ, അതാണ് പറയുന്നത്. എന്താണ്? യന്ത്രങ്ങളും ഉപകരണങ്ങളും നെല്ലുൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചതായി നാം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. പിന്നെന്താ? all man-made resources that aid the production process are capital. എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? മൂലധനം അല്ലെ. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂല്യധനമാണ് എന്നാണ് പറയുന്നത്. മൂലധനമാണ് അല്ലെ. ഇപ്പൊ എന്താ? മൂലധനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. എല്ലാ മാൻമെയ്ഡ് റിസോഴ്സസ് അല്ലെ, എല്ലാ മാൻമെയ്ഡ് റിസോഴ്സ്, മനുഷ്യനിർമ്മിത വസ്തുക്കളൊക്കെ എന്താണ്? മൂലധനമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കിയാലോ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ക്യാപിറ്റലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഈ കൃഷിയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളെ നമ്മളൊരു പേരിട്ട് വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? ഇറ്റ് ഈസ് എന്റർപ്രീനർഷിപ്പ്. ഓക്കെ, എന്റർപ്രീനർഷിപ്പ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ലാൻഡ്, capital and labor appropriately to make a production successful അല്ലേ. എന്ന് വെച്ചാൽ ഈ ഭൂമി ആയിക്കോട്ടെ, അതിൻ്റെ മൂലധനത്തെയും അവിടെ ഉള്ള തൊഴിലാളികളെയും ഒക്കെ ഒരുമിപ്പിച്ച് ആ ഒരു പ്രൊഡക്ഷൻ സക്സസ്ഫുൾ ആക്കുന്ന ആളാണ് അതിന് മേൽനോട്ടം വഹിക്കുന്ന എന്റർപ്രീനർഷിപ്പ് എന്ന് പറയുന്ന ആള് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് ഭൂമി,
മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ അല്ലെ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? എന്റർപ്രീനർഷിപ്പ് എന്നോ സംരംഭകത്വം എന്നോ നമ്മൾ വിളിക്കുന്നത്. Okay, next point. And the above 4 factors are essential in the production process of any product. അല്ലേ? ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ലാൻഡ് ആവശ്യമാണ്, ലേബർ ആവശ്യമാണ്, ക്യാപിറ്റൽ മൂലധനം ആവശ്യമാണ്, സംരംഭകത്വം എന്റർപ്രീനർഷിപ്പ് ആവശ്യമാണ് അല്ലെ? അതാണ് പറയുന്നത് അല്ലെ? എന്താണ്? ഏതൊരു വസ്തുവിന്റെയും ഉൽപാദന പ്രക്രിയയിൽ മേൽപ്പറഞ്ഞ 4 ഘടകങ്ങളും അനിവാര്യമാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, ഫോർ യൂട്ടിലൈസിംഗ് ദീസ് ദ ലാൻഡ് ഈസ് റിവാർഡഡ് വിത്ത് റെന്റ്, ലേബർ വിത്ത് വേജസ്, ക്യാപിറ്റൽ വിത്ത് ഇൻട്രസ്റ്റ്, എന്റർപ്രീനർഷിപ്പ് വിത്ത് പ്രോഫിറ്റ്. ഇത് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ഡൗൺ ചെയ്യണം മക്കള്. ഇപ്പൊ നമ്മള് ഒരു ജന്മീന്റെ കയ്യിൽ നിന്ന് ഒരു കർഷകന് ഒരു ഭൂമി പാട്ടത്തിനാണ് വാങ്ങുക. അതാണ് എന്ത് ഇത് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെന്റ് അല്ലെ? അതുപോലെ തന്നെ അവിടെയുള്ള ജന്മി അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേജസ് ആണ്. എന്താണ്? പണമാണ് അല്ലെ? പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൂലധനത്തിന് പലിശ അല്ലെ? കൂടുതൽ പ്രോഫിറ്റ്, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് ലഭിക്കുന്നു അല്ലെ? ആൻഡ് എന്റർപ്രീനർഷിപ്പ് വിത്ത് പ്രോഫിറ്റ്. അതുപോലെ തന്നെ അവർക്ക് സംരംഭകത്വത്തിൽ നിന്ന് അവർക്ക് ലാഭവും പ്രതിഫലവും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മക്കൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഈ ഒരു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രീനർഷിപ്പിന്റെ ഒരു കോർഡിനേഷൻ വരുന്നത് എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. Okay, and the producers charge a fixed price and exchange the production markets. അപ്പോൾ കൃഷി ഉൽപാദനമൊക്കെ റെഡിയായി, ഇതിന്റെ കോർഡിനേഷൻ ഒക്കെ കഴിഞ്ഞു, ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുമ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഒരു വില നിശ്ചയിച്ചാണ് മാർക്കറ്റിലേക്ക് ഓരോ പ്രൊഡക്ട്സിനും നമ്മൾ എത്തിക്കുന്നത് അല്ലെ? അതാണ് ഉൽപാദകർ ഒരു നിശ്ചിത വില ഈടാക്കി ഉൽപ്പന്നം വിപണികളിൽ കൈമാറ്റം ചെയ്യുന്നു അല്ലെ? അപ്പോ the money that they receive through this is their income അല്ലെ? ഈ ഒരു കർഷകർക്ക് പണം കിട്ടുന്നത് അല്ലെ എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ എത്തിയിട്ട് അതിന്റെ ലാഭമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതാണ് പറയുന്നത് ഇതിലൂടെ ലഭിക്കുന്ന പണമാണ് അവരുടെ വരുമാന പണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ വെയർ ഗുഡ്സ് എക്സ്ചേഞ്ച്ഡ് വെൻ മണി ആർ നോട്ട് എക്സിസ്റ്റ്? മക്കള് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ ഈ പൈസയൊന്നും ഇല്ലാത്ത ടൈമിൽ ആളുകൾ എങ്ങനെയാണ് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നമുക്ക് നോക്കാം. ദ സിസ്റ്റം that was prevalent in those days was the goods were exchanged for goods. എന്താണ്? ആ ഒരു കാലത്ത്, പണ്ട് കാലത്ത് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് എങ്ങനെയെല്ലാമായിരുന്നു? വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ തന്നെ കൈമാറ്റം ചെയ്തിട്ടാണ് അവരുടെ ആ ആളുകളുടെ ദൈനംദിന ആവശ്യങ്ങൾ അല്ലെ, ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തത്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഒരു പേര് പറയാറുണ്ടായിരുന്നു. എന്താണ് ആ ഒരു സിസ്റ്റത്തിന്റെ പേര്? ദിസ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, and this system had many drawbacks too. ഇതിന് പല ദോഷങ്ങളും ഉണ്ടാട്ടോ, പല പോരായ്മകളും ഈ ഒരു ബാർട്ടർ സമ്പ്രദായത്തിന് ഉണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ, ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. In the early stages of evolution of money, many things like animal skins, agricultural products, cattle, etc. were used as money. പൈസ വരാത്തതിന് മുമ്പ് ആളുകൾ എന്തൊക്കെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്? എന്തായിരുന്നു? പണത്തിന്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ, പൈസ ഉണ്ടാവുന്ന ഒരു ആദ്യഘട്ടത്തിൽ ആളുകൾ അതിനു മുമ്പ് തങ്ങളുടെ കയ്യിലുള്ള മൃഗങ്ങളുടെ
തോല്, കാർഷിക വിഭവങ്ങൾ, കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു, അതിനുവേണ്ടി ഷെയർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ as metals became available, gold and various types of metals and then metal coins were used as money. എന്താ പറയുന്നത്, പിന്നെ ലോഹങ്ങൾ വരാൻ തുടങ്ങി അല്ലെ. പണ്ട് കാലഘട്ടത്ത് ആളുകൾ അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലോഹ വസ്തുക്കളുടെ ഒരു ഉൽപാദനം അവിടെ തുടങ്ങി. അപ്പൊ ഗോൾഡ് ആൻഡ് മെറ്റൽ കോയിൻസ് ഒക്കെ വരാൻ തുടങ്ങി, അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അല്ലെ. വിവിധ തരത്തിലുള്ള സ്വർണം, കോയിൻസ്, സ്വർണ്ണ ലോഹങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു കാലഘട്ടം തുടങ്ങിയ മുതൽ ഇപ്പൊ എവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു പിക്ചറൈസേഷൻ. മക്കൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ബാർട്ടർ പ്രൊഡക്ട്സ്, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കള്, നമുക്ക് എന്ത് വസ്തുവാണോ വേണ്ടത് അത് നമ്മുടെ അയൽക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്നൊരു പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോഹയുഗമായി, അപ്പോൾ ഗോൾഡ് കോയിൻസ് ധാരാളം പുറത്തിറക്കി അല്ലെ, മെറ്റൽ കോയിൻസിന്റെ വരവും ഉണ്ടായിരുന്നു. പിന്നെയാണ് മെയിൻലി ഇലക്ട്രോണിക് മണി വന്നത്. കൈമേൽ നമുക്ക് പേപ്പർ മണി വന്നു അല്ലെ. പിന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക് മണി എന്ന് വെച്ചാൽ ആളുകൾക്ക് എന്താണ് ഓരോ ഫോൺ ത്രൂ നമുക്ക് പേ ചെയ്യാനുള്ളത്. പിന്നെ പ്ലാസ്റ്റിക് കാർഡ്സ് വന്നു അല്ലെ, ATM കാർഡ് പോലത്തെ വന്നു, നമുക്ക് നേരിട്ട് മെഷീൻ ത്രൂ പൈസ കിട്ടുന്നു. പിന്നെ നമുക്ക് പേപ്പർ മണി വന്നു അല്ലെ, നോട്ടുകളായിട്ട് നമുക്ക് പൈസ കൈമലായി അല്ലെ. ആ ഒരു എവല്യൂഷൻ, ആ ഒരു മണീന്റെ എങ്ങനെയാണ് മണി ഡെവലപ്പ് ചെയ്തത്, അതിന്റെ ഒരു സംരംഭം എങ്ങനെയാണ്, എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു പിക്ചറൈസേഷന് മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ആൻഡ് ട്രേഡ് ഗ്രാജുവലി ഷിഫ്റ്റഡ് ടു പേപ്പർ മണി അല്ലെ. അപ്പൊ നമ്മള് ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്താണ് പേപ്പർ മണിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെ. അതാണ് സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളും കൈയടക്കുകയും ചെയ്തതോടെ പണം, കാർഡ് അല്ലെങ്കിൽ പണം അഥവാ പ്ലാസ്റ്റിക് പണം പോലെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ആസ് the concept of market assumed new dimension and technology is dominating in all areas, money was transformed into a form that we see today അല്ലെ. ഇപ്പൊ നമ്മുടെ കൈമല് പേപ്പർ മണി ഉണ്ട്, ATM കാർഡ്സ് ഉണ്ട്, അതിനെയാണ് പ്ലാസ്റ്റിക് കാർഡ്സ്. അതൊക്കെ എന്താണ്, സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കത്തെയാണ് അത് കാണിക്കുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് അല്ലെ. എന്താണ് ഇപ്പോ പണം അല്ലെ, കാർഡ് അഥവാ പ്ലാസ്റ്റിക് പണം, ഇലക്ട്രോണിക് തുടങ്ങിയവ ഇന്ന് നാം കാണുകയും പരിചയപ്പെട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അല്ലെ. ഇത് അങ്ങനെയാണ് പണം രൂപാന്തരപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ആൻഡ് വിത്ത് ദ ആക്സെപ്റ്റൻസ് ഓഫ് മണി ആസ് എ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ നമ്മൾ പൈസയായി എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനം വാങ്ങുന്നു, അതിനനുസരിച്ച് നമ്മൾ പൈസ അവർക്ക് കൊടുക്കുന്നു അല്ലെ. ഇതാണ് പൊതുവായ സാമ്പത്തിക വിനിമയ മാധ്യമമായിട്ട് പണം അംഗീകരിക്കപ്പെട്ടതോടുകൂടി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്തായിട്ടാണ് മാറിയത്, പണമായിട്ട് മാറി അല്ലെ. ഓക്കെ, ജസ്റ്റ് ആസ് പ്രൊഡക്ട്സ് വെർ പ്രൈസ്ഡ് അല്ലെ. ഓരോ നമ്മൾ പുറത്തിറക്കുന്ന ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്ന ഓരോ പ്രൊഡക്ട്സിന് നമ്മൾ പൈസ നിശ്ചയിക്കാൻ തുടങ്ങിയില്ലേ, ഫിക്സഡ് പ്രൈസ് ഇടാൻ തുടങ്ങി. ആ ഒരു പ്രൈസ് നമ്മൾ കറക്റ്റായിട്ട് പേപ്പർ മണി ആയിട്ട് അവർക്ക് കൊടുക്കാൻ തുടങ്ങി അല്ലെ. ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു ഇത് തന്നെയാണ് അല്ലെ. ഇറ്റ് ഈസ് ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് പോലെ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും വില നിശ്ചയിച്ച് പണം രൂപത്തിൽ നൽകാൻ തുടങ്ങിയ കാലഘട്ടമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലെ. ഓൾ ഫാക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ could be priced and paid in terms of cash as reward. Okay, next, and which form of remuneration reaches more people in terms of rent, wages, interest and profit? എന്താണ് ഉദ്ദേശിക്കുന്നത്?
കൂടുതലായിട്ട് ആളുകൾ ലാഭമുണ്ടാക്കുന്നത് എന്തിലൊക്കെയാണ് അല്ലെ? വിവിധ ഉൽപാദക ഘടകങ്ങളുടെ പ്രതിഫലമായ പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയിൽ ഏത് രൂപത്തിലുള്ള പ്രതിഫലമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ചോദിക്കുന്നത്. റെന്റ് ആയിട്ടാണോ, വേജസ് ആയിട്ടാണോ, ഇൻട്രസ്റ്റ് ആണോ, പ്രോഫിറ്റ് ആണോ കൂടുതൽ ആളുകൾ ഏൺ ചെയ്ത് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. In that case, which factor of production is mostly used in the production process? ഇതില് ഏത് ഫാക്ടറാണ് നമ്മൾ കൂടുതലായിട്ട്, ഏത് ഘടകങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഉൽപാദനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏത് ഉൽപാദക ഘടകമായിരിക്കും കൂടുതലായിട്ട് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത്? പിന്നെന്താ ചോദിക്കുന്നത്? അപ്പൊ നമുക്ക് പറയാം ലേബർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ടീച്ചർ പറഞ്ഞതാണ് അല്ലെ? എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ആരാണ്? തൊഴിൽ അഥവാ അധ്വാനമാണ് അല്ലെ? സോ for most people, wages is earned for their labor are their source of income. ആളുകൾ പണി ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? പൈസ ലഭിക്കുള്ളൂ. അതെപ്പോഴും ആ ഒരു പൈസ പല രീതിയിൽ ലാൻഡ് ടാക്സ് ആയിട്ട് ഗവൺമെന്റ് പോകുന്നു. അത് നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി വലിയ രീതിയിൽ അത് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ആക്കം കൂട്ടുന്നു, ഇൻക്രീസ് ആവുന്നു. അങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, സ്ലൈഡിലേക്ക് പോവാം അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ഇറ്റ് ഈസ് മാനവ വിഭവം. ഓക്കെ, എന്താണ് മാനവ വിഭവം എന്ന് ഈ സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, മക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. സോ വി ആർ നൗ ഫെമിലിയർ വിത്ത് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? അപ്പൊ നമുക്കിപ്പോ എന്താണ്, ഏതൊക്കെയാണ് പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് എന്ന് മക്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ. ഓക്കെ, ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അറിയാം. ആൻഡ് ഹാവ് യു എവർ തോട്ട് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അമംഗ് ദം? ആ ഒരു ഘടകങ്ങൾക്കിടയിലും ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ? ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉൽപാദക ഘടകങ്ങളെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ? മാനവ വിഭവത്തിന്റെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ഉൽപാദന പ്രക്രിയയിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സോ ദ ടേം ഹ്യൂമൻ റിസോഴ്സസ് ഡിനോട്ട്, എന്താണ് മാനവ വിഭവം എന്നൊരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? people who can work and can be used in the production process. എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് നമ്മൾ മാനവ വിഭവം എന്ന് പറയുന്നത് അല്ലേ? ഏത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അതിന് പവറുള്ള ജനങ്ങളെ നമുക്ക് എന്ത് പേര് വിളിക്കാം മക്കളെ? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവം എന്ന പേരിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് കൂടുതൽ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ, ഹ്യൂമൻ റിസോഴ്സസ് ആർ ഏബിൾ ടു കൺവേർട്ട് ദ അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ് ഇൻ ടു പ്രൊഡക്ട്സ് യൂസിങ് ഫിസിക്കൽ പവേഴ്സ് ആൻഡ് ഇന്റലിജൻസ് അല്ലേ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മനുഷ്യർക്ക് പ്രകൃതിദത്തമായ കാര്യങ്ങളെ വലിയ പ്രൊഡക്ട്സ് ആയിട്ട് മാർക്കറ്റിൽ എത്തിക്കാനും മറ്റു ഘടകങ്ങളുടെ സഹായത്താൽ അവർക്ക് അത് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എത്തിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റ് ഉൽപാദക ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമത കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാനവ വിഭവത്തിന് കഴിയുന്ന അത്രയും നല്ല എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ് എന്ന പേരിട്ട് വിളിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രൊഡക്ടിവിറ്റി. ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ഒരു ടേമിന് അർത്ഥവത്തമാകണമെങ്കിൽ, മാനവ വിഭവശേഷിക്ക് ഒരു അർത്ഥവത്തമാണെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഉൽപാദനം നടക്കണം, പ്രൊഡക്ഷൻ നടക്കണം അല്ലേ? ഓക്കെ, എന്താണ് പ്രൊഡക്ടിവിറ്റി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കിയാലോ?
ഒരു മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ നടന്നിരിക്കണം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ട് ഒരു ലാഭവും നമ്മൾ കൊയ്യുന്നില്ല അവിടെ പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ, അല്ലെ? ഓക്കെ, വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി, അല്ലെ? എന്താണ് ഉൽപാദനക്ഷമത? നോക്കാം. ഇറ്റ് ഈസ് ദ ക്രിറ്റിക്കൽ കോമ്പോണന്റ് ഇൻ ഡിറ്റർമൈനിങ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ് അത്? ഉൽപാദനക്ഷമത മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണയിക്കുന്ന ഒരു കാര്യമാണ്. മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണയിക്കുന്ന ഒരു കാര്യമാണ് ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ടേമിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ആർ ഓൾ പീപ്പിൾ ഈക്വലി പ്രൊഡക്റ്റീവ്? എല്ലാവർക്കും നമ്മുടെ ഈ ഒരു മാനവ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ സെക്ഷൻ ഓഫ് ആളുകൾക്കും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നമുക്ക് നെക്സ്റ്റ് ഒരു പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ 4.3a 4.3b പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ മക്കൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു പിക്ചർ മക്കളെ അനലൈസ് ചെയ്ത് നോക്ക്. ഇതില് രണ്ട് പിക്ചറിലും മക്കൾക്ക് മനസ്സിലാക്കാം ഓരോരുത്തര് ഓരോ തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ്സിലാണ് എൻഗേജ് ചെയ്യുന്നത്, അല്ലെ? എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ആളുകൾ ഒരേ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ജോബ് മാത്രമല്ല അഗ്രികൾച്ചറിൽ ചെയ്യുന്നത്. കുറച്ചു പേര് കറ്റ വിതയ്ക്കുമ്പോൾ കുറച്ച് പേര് അത് കൊയ്യാൻ നടക്കും, കുറച്ച് പേര് ട്രാക്ടർ ഇതാക്കി ഇത് മറിക്കാൻ നടക്കും. അങ്ങനെയാണ് അവർ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നല്ല രീതിയിൽ അവിടെ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നത്, അല്ലെ? ആ ഒരു വ്യത്യാസമാണ് ഈ രണ്ട് ഒരു പിക്ചറിലും അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ പ്രൊഡക്ടിവിറ്റി അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ? ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദക ഘടകത്തിന്റെയും കഴിവിനെ നമുക്ക് ഉൽപാദനക്ഷമത എന്ന് വിളിക്കാം, അല്ലെ? ഇപ്പൊ ലാൻഡില് നല്ല രീതിയിൽ ലേബർ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓരോ പ്രൊഡക്റ്റും ഓരോ ക്രോപ്സും അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അല്ലേ അത് റൈസ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഒരു ഫിക്സഡ് പ്രൈസ് ആക്കി അവിടെ നിലനിർത്തുമ്പോൾ മറ്റുള്ള ഘടകങ്ങൾ എത്ര നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് അതിന്റെ ക്വാളിറ്റി നിശ്ചയിച്ചിട്ട് നോക്കാം. അതിന്റെ ഉൽപാദനക്ഷമത അങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കാറ് എന്നാണ് പറയുന്നത്. ഓക്കെ, and people of a country are one of the factors that provide human resource of that country. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയില് ജനങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എല്ലാ വിധത്തിലുള്ള പ്രധാന പങ്കും വഹിക്കുന്നത്, അല്ലെ? അതാണ് ആ രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ നല്ല രീതിയിൽ ഇതാക്കുന്നത്, മെച്ചപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്, അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ക്യാൻ ദ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് കൺട്രി ബി കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ റിസോഴ്സ്? എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും നമുക്ക് ഈ മാനവ വിഭവശേഷിയായിട്ട് പരിഗണിക്കാൻ നമുക്ക് പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. What kind of people can be considered as a human resource of the country? എന്താണ്, എങ്ങനെയുള്ള ജനവിഭാഗങ്ങളെയാണ് നമ്മൾ രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയായി കണക്കാക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്. ആൻഡ് ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ മാനവ വിഭവശേഷിയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് ദ സൈസ്, അല്ലേ? സൈസ്, കമ്പോസിഷൻ ആൻഡ് സ്കിൽസ് ഓഫ് ദി പോപ്പുലേഷൻ. എന്താണ്? വലിപ്പം, ഘടന അല്ലെങ്കിൽ വൈദഗ്ധ്യം എന്നിവയെല്ലാമാണ് വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഏതൊക്കെയാണ് പറയേണ്ടത്? സൈസ്, അല്ലെ? വലിപ്പം, കമ്പോസിഷൻ, ഘടന, സ്കിൽസ്, വൈദഗ്ധ്യം എന്നാണ് മക്കൾ പറയേണ്ടത്. ഇതൊക്കെയാണ് മാനവ വിഭവശേഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത്. മറക്കരുത് കേട്ടോ മക്കള്. ഓക്കെ, and the statistics indicate that India ranks the first in the world population. ഇപ്പൊ ലോക ജനസംഖ്യയില് നമ്മുടെ ഇന്ത്യയാണ് ഒന്നാമത്തെ രാജ്യം, അല്ലെ? ഓക്കെ, ചൈന രണ്ടാമത്തെ ആയി മാറി. ഒബ്സർവ് ദ പോപ്പുലേഷൻ പിരമിഡ് ഓഫ് ഇന്ത്യ ഗിവൺ ബിലോ.
ഓക്കെ, ലോക ജനസംഖ്യയിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ ജനസംഖ്യ പിരമിഡ് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നോക്കിയാലോ? അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്ലൈഡ്. അപ്പോ 2023 അല്ലെ പോപ്പുലേഷൻ നോക്കിക്കേ. ഇറ്റ് ഈസ് മെയിൽ പ്രപ്പോർഷൻ, ഫീമെയിൽ പ്രപ്പോർഷൻ. ഈ ഭാഗത്ത് ഫീമെയിൽ പ്രപ്പോർഷൻ എത്രയാണെന്നാണ്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് മെയിൽ പ്രപ്പോർഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അല്ലെ. എല്ലാ രീതിയിലും ഒരു ഈക്വൽ പ്രപ്പോർഷൻ പോലെയാണ് മെയിൽ ഫീമെയിൽ ഈ മാപ്പിൽ നിലനിൽക്കുന്നത് അല്ലെ. ഓക്കെ, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജനസംഖ്യ പോപ്പുലേഷൻ രീതി, വേൾഡ് പോപ്പുലേഷൻ ഇതിൽ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു ഉയർച്ചയിൽ എത്തിയത് എന്നൊരു മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിരമിഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ മക്കൾക്ക് മനസ്സിലായി. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ പിരമിഡ്. അപ്പൊ പോപ്പുലേഷൻ പിരമിഡിനെ കുറിച്ച് മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ്? ദ പോപ്പുലേഷൻ സ്ട്രക്ചർ ഓഫ് എ കൺട്രി എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടാവും? പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്. ഒരു ജനസംഖ്യ, ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ നിശ്ചയിക്കുന്നത് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്, എത്ര അഡൽട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര ഏജ്ഡ് ആയിട്ട് പീപ്പിൾ ഉണ്ട് എന്നൊക്കെ സ്ട്രക്ചറൈസ് ചെയ്തിട്ടാണ് ആ ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ജനസംഖ്യ പിരമിഡിന്റെ ഘടനകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. വിവിധ പ്രായപരിധിയിൽ പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്ന അതിനെയാണ് നമ്മൾ ജനസംഖ്യ പിരമിഡ് എന്ന് പറയുന്നത്, പോപ്പുലേഷൻ പിരമിഡ് എന്നൊരു ടേം വെച്ച് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ബട്ട് ഇറ്റ്സ് ക്വാളിറ്റി ദാറ്റ് ഡിറ്റർമൈൻസ് ഹ്യൂമൻ റിസോഴ്സ്. ആ ഒരു ജനസംഖ്യയുടെ വലിപ്പം ചെറുപ്പമല്ല അവിടെ നിശ്ചയിക്കുന്നത്. എന്താണ് അതിന്റെ ഗുണമേന്മ, ജനങ്ങളുടെ ഗുണമേന്മ, എത്ര പേര് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നു, പങ്കുവഹിക്കുന്നുണ്ട്, അതിനാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആണ്. എന്താണ് നോക്കിയാലോ? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ ഈ ഒരു പിക്ചറിൽ മക്കൾക്ക് കാണാം പല രീതിയിൽ കർഷകര് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് ഈ പിക്ചറൈസേഷനിൽ കാണുന്നത്. അപ്പോൾ എത്ര പേര്, എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചില വർക്ക്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പേര് ക്രാഫ്റ്റ് വർക്കിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി എത്ര പേര് ഡെവലപ്മെന്റിന് വേണ്ടി റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നൊരു പിക്ചറൈസേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, അതിന്റെ ഷോർട്ട് ഫോം ആണ് PLFS. ഓക്കെ, ഇറ്റ് ഈസ് എ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഫെബ്രുവരി 2023. 2023 ഫെബ്രുവരിയിലാണ് എന്ത് നിലവിൽ വന്നത്? പീരിയോഡിക് ലേബർ ഫോഴ്സ് നിലവിൽ വന്നത് അല്ലെ. ഇന്ത്യ ഗവൺമെന്റ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം അല്ലെ 15 വയസ്സിനും അതിനു മുകളിലും പ്രായമായുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള കഴിവുള്ള ജനവിഭാഗത്തെ നമ്മൾ രാജ്യത്തിന്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ലേബർ ഫോഴ്സ് ഓഫ് ദ കൺട്രി. ഇറ്റ് ഈസ് എ പോപ്പുലേഷൻ ഓഫ് 15 years of age or above who is willing to work for the development of our country. അവരെയാണ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സിൽ സർവേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അപ്പോ 15 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഫിസിക്കൽ പവർ ഉള്ള ആളുകളെ എത്ര പേരുണ്ട്, അതിന്റെ കണക്കൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പീരിയോഡിക് ലേബർ ഫോഴ്സിലാണ് അല്ലെ, പീരിയോഡിക് ലേബർ സർവേയിലാണ്. ഇതെപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? ഫെബ്രുവരി 2023. ഓക്കെ, ആൻഡ് ഇഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ബിലോങ്ങിങ് ടു ദിസ് ഏജ് സ്ട്രക്ചർ ഇസ് ഹൈ, ഇറ്റ് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസസ് ദ ഇൻകം ആൻഡ് ഗ്രോത്ത് ഓഫ് ദി എക്കണോമി. ഇപ്പൊ 15 വയസ്സിന് മുകളിലുള്ള എത്ര ആളുകൾ അവരുടെ സന്നദ്ധ അറിയിച്ചുകൊണ്ട്
പല കൈൻഡ്സ് ഓഫ് വർക്ക് ചെയ്യുന്നു. അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവർക്ക് പല ജോബ്സിൽ എൻഗേജ് ചെയ്ത് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ എത്രയാണെന്നുള്ള ലിസ്റ്റ് ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് ഈ 15 വയസ്സ് ഈ പ്രായഘടനയിൽപ്പെട്ട ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് നമ്മുടെ സമ്പദ്ഘടനയുടെ വരുമാനത്തെ വലിയ രീതിയിൽ വളർച്ചയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് മാനവ വിഭവശേഷി അതുപോലെ തന്നെ ഉൽപാദന ക്ഷമത എന്നുള്ളത് അല്ലെ. അതാണ് Can human resource productivity be increased? അപ്പൊ നമ്മുടെ ഉൽപാദനക്ഷമത ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ ഡൈനാമിക് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അല്ലെ എന്ന് വെച്ചാല് മാനവ വിഭവശേഷി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രൊഡക്ഷന് ഉൽപാദനക്ഷമതയ്ക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഉൽപാദനത്തിന് മാനവ വിഭവശേഷി ആവശ്യമാണ് അല്ലെ. ലേബർ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഉൽപാദനം നടക്കില്ല അല്ലെ. ആൻഡ് നെക്സ്റ്റ് നോക്കിക്കേ, ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ബി മെയ്ഡ് മോർ എഫിഷ്യന്റ് ബൈ എൻഷുറിംഗ് ഹയർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ഈ ഒരു കുറെ ജനസംഖ്യ, കുറെ സെക്ഷൻ ഓഫ് ആളുകൾ, തൊഴിലില്ലായ്മ നേരിട്ട് നിൽക്കുന്ന കുറെ സെക്ഷൻ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തർക്കും നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം, ഉചിതമായ പരിശീലനം നൽകണം, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തവർക്ക് ആരോഗ്യ പരിരക്ഷയും നമ്മൾ ലഭ്യമാക്കി കൊടുക്കണം. പിന്നെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്? എന്താണ്? It is possible when more investments are made on the above factors to increase productivity. നമ്മുടെ എന്താണ് അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അല്ലെ കൂടുതൽ നിക്ഷേപങ്ങൾ നമ്മൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നിക്ഷേപങ്ങൾ ഈ ഒരു ഘടകങ്ങൾക്ക് കൊടുക്കണം. ഏതൊക്കെ ഘടകങ്ങൾക്ക്? നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണം വർദ്ധിക്കണമെങ്കിൽ പല ഘടകങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതുണ്ട്. വിദ്യാഭ്യാസമായിക്കോട്ടെ, ആരോഗ്യ പരിരക്ഷയായിക്കോട്ടെ, അതിനൊക്കെ നല്ല തരത്തിൽ ആളുകളുടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ അവരെ നമുക്ക് നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ്? മെയിൻലി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. ഇറ്റ് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനം നടത്തണമെങ്കിൽ അവിടെ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് മക്കളെ? പറഞ്ഞ മക്കള്. ഇറ്റ് ഈസ് ലാൻഡ് അല്ലെ, ഭൂമി ആവശ്യമാണ് അല്ലെ, ലാൻഡ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലേബർ, തൊഴിലാളി വർഗം അല്ലെ, ലേബർ. ലാൻഡ് എന്ന് പറയുമ്പോൾ ഭൂമി അല്ലേ, ഇത് തൊഴിലാളികൾ അല്ലെ, തൊഴിലാളികൾ. ഓക്കെ, പിന്നെ നമുക്ക് എന്താവശ്യമാണ്? ക്യാപിറ്റൽ ആവശ്യമാണ്. അതിനൊക്കെ പൈസ ഇറക്കാൻ നമുക്ക് ഒരാൾ വേണ്ടേ? ക്യാപിറ്റൽ, മൂലധനം. Okay, and next one, it is entrepreneurship. Entrepreneurship എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സംരംഭകത്വം അല്ലെ, സംരംഭകത്വം. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, നല്ല മാനവ വിഭവശേഷി നല്ല രീതിയിൽ ഉയർത്തണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളുടെ ആവശ്യം വേണം? In order to boost up human
റിസോഴ്സസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കൂട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതാക്കേണ്ടത്? ഇറ്റ് ഈസ് ടു അവർക്ക് ടു പ്രൊവൈഡ് ഹയർ എഡ്യൂക്കേഷൻ, അല്ലെ, അവർക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. ടു പ്രൊവൈഡ് higher education and also we should provide them health care. To provide healthcare facilities. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷന് സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്തത്, അല്ലെ. രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ, അല്ലെ, ക്യാപിറ്റൽ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഘടകങ്ങളും ആവശ്യമാണ്, അല്ലെ. കുറേ ജനങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി വി ഷുഡ് പ്രൊവൈഡ് ഹയർ എഡ്യൂക്കേഷൻ ടു ദം, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടു ദം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നെക്സ്റ്റ് സെഷന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.